ഹായ് ഹലോ ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ EVS പുതിയ പാഠപുസ്തകത്തിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓണം എക്സാമിന് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. 4ാം ക്ലാസ്സിലെ EVS ആണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് ടൈം എക്സാം ഓണം എക്സാമിൻ്റെ. ആദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിർദ്ദേശങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നന്നായിട്ട് വായിക്കുക. ഫസ്റ്റ് ആക്ടിവിറ്റി എ കൊടുത്തിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആണ്. Vinu and friends are preparing a magazine on different types of plants. Color the bubble inside the picture based on their habitat. Use red color for xerophytes and blue color for aquatic plants. അല്ലേ, താഴെ തന്നിട്ടുള്ള ചിത്രത്തിലെ വിനുവും ഫ്രണ്ട്സും തമ്മിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സിൻ്റെ മാഗസിൻ തയ്യാറാക്കുകയാണ്. അപ്പോൾ താഴെ നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ xerophytes, അതായത് സീറോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസേർട്ട് പ്ലാന്റ്സ്. ആ പ്ലാന്റ്സിനെ നമ്മൾ റെഡ് കളർ കൊടുക്കാനും അക്വാറ്റിക് പ്ലാന്റ്സ് ജലസസ്യങ്ങൾക്ക് ബ്ലൂ കളർ കൊടുക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ എന്താണ് അല്ലേ, ഫസ്റ്റത്തെ ഡെസേർട്ട് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അവിടെ എന്ത് കളർ കൊടുക്കണം? എക്സെറോഫൈറ്റ്സ് ആണ് അല്ലേ, അതായത് ഡെസേർട്ട് പ്ലാന്റ്സ്. അപ്പോൾ അവിടെ റെഡ് കളർ കൊടുക്കണം. രണ്ടാമത്തേതെയോ അക്വാറ്റിക് പ്ലാന്റ് ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ബ്ലൂ കളർ കൊടുക്കണം. തേർഡ് എന്താണ്? എക്സെറോഫൈറ്റ്സ് ആണ്. അപ്പോൾ ഏത് കളർ കൊടുക്കണം? റെഡ് കളർ കൊടുക്കണം അല്ലേ. നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. മരുഭൂമിയിൽ കാണപ്പെടുന്ന സസ്യങ്ങളും ജലത്തിൽ കാണപ്പെടുന്ന സസ്യങ്ങളുമാണ്. അടുത്തതോ അക്വാറ്റിക് പ്ലാന്റ്സ് ആണ് അല്ലേ, അപ്പോൾ ബ്ലൂ കളർ കൊടുക്കണം. നെക്സ്റ്റ് എന്താണ്? എക്സെറോഫൈറ്റ്സ് ആണ്, ഡെസേർട്ട് പ്ലാന്റ് ആണ്, അപ്പോൾ റെഡ് കളർ കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്? അക്വാറ്റിക് പ്ലാന്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അക്വാറ്റിക് പ്ലാന്റ്സും ഡെസേർട്ട് പ്ലാന്റ്സ് ആ ഭാഗം നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇതിൽ തന്നെ ബി ആയിട്ട് തന്നിട്ടുള്ളത് ഫിഷസ് ഹാവ് എ ബോഡി ഷേപ്പ് സ്യൂട്ടബിൾ ഫോർ മൂവിങ് ഇൻ വാട്ടർ അല്ലേ. ഫിഷസിനെ ജലത്തിൽ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഫ്രം ദ ടേംസ് ഗിവൺ ബിലോ, താഴെ തന്നിട്ടുള്ളതിൽ നിന്നും സെലക്ട് ദ കറക്റ്റ് ഒപ്പീനിയൻ റിലേറ്റഡ് ടു മൂവ്മെൻറ്റ് ഓഫ് ഫിഷ് ഇൻ വാട്ടർ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഷേപ്പ് ഓഫ് ഫിഷ് ഓ ടെയിൽ ഫിൻ അല്ലേ, ഫിഷിൻ്റെ ഷേപ്പും ടെയിൽ ഫിന്നും. ഗിൽ ആൻഡ് കളർ, സീ വാട്ടർ, റിവർ വാട്ടർ. സ്ലിപ്പറി ബോഡി ഫിൻസ്, ഇതിൽ ഫസ്റ്റ് ഓൺലി ആണോ, ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ആണോ, സെക്കൻഡ് ആൻഡ് തേർഡ് ആണോ, ഫോർത്ത് ഓൺലി ആണോ? ഏതാണ്? ബി ആണ്, ഫസ്റ്റും ഫോർത്തുമാണ്. അതായത് ഷേപ്സ് ഓഫ് ഫിഷും ടെയിൽ ഫിന്നും അതുപോലെ തന്നെ സ്ലിപ്പറി ബോഡി ആൻഡ് ഫിൻസ് അല്ലേ. അപ്പോൾ ഫിഷിൻ്റെ ആ ഒരു ബോഡി ഫീച്ചേഴ്സൊക്കെ നന്നാക്കിയിട്ട് പഠിച്ച് വെച്ച് പോവാം കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ് സറൗണ്ടിങ് ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്ന് പറയുന്ന പാഠഭാഗത്തിലേതാണ്. നന്നായിട്ട് ഫിഷിൻ്റെ ബോഡി ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് പോവാം. നെക്സ്റ്റ് സി, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ഇറ്റ് ദ ബോക്സ് ഗിവൺ ബിലോ. ഇതിൽ നിന്നും ഒറ്റപ്പെട്ടത് ഏതാണോ അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോറസ്റ്റ് കാട്, പോണ്ട് കുളം, സീ കടൽ, ഡെസേർട്ട് മരുഭൂമി. ഏതാണ്? ഡെസേർട്ടാണ്. ഇനി ആക്ടിവിറ്റി 1B ഓർഗാനിസംസ് ആൻഡ് സർവൈവൽ ആണ്. അതിൽ എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? അതിൽ എ, ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഹാവ് ബോഡി ഫീച്ചർ ദാറ്റ് ഹെൽപ്പ് ദം ടു സർവൈവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെൻറ്റ്. നോട്ട് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫോളോവിങ് ആനിമൽസ് ദാറ്റ് എനേബിൾ ദം ടു ലിവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെൻറ്റ് അല്ലേ. ഓരോ ആനിമൽസിനും ഓരോ ഓർഗാനിസംസിനും അവർ ജീവിക്കുന്ന ചുറ്റുപാടുമായിട്ട് എന്തുണ്ട്? ബോഡി ഫീച്ചേഴ്സ് ഉണ്ട്. അവിടെ ക്യാമലിൻ്റെ തന്നിട്ടുണ്ട്. എന്താണ്? ദ ഫാറ്റ് ഇൻ അവർ ഹംബ് അല്ലേ, ദ ഫാറ്റ് ഇൻ ഹംബാണ് അല്ലേ. ക്യാമലിൻ്റെ ഫാറ്റ് ഇൻ ഹം സ്റ്റോർ എനർജി അല്ലേ. അതുപോലെ തന്നെ തിക്ക് ഫർ ടു പ്രൊട്ടക്ട് ഫ്രം ഹീറ്റ്, വൈഡ് ഫീറ്റ് ടു വാക്ക് ഓൺ സാൻഡ്. അതുപോലെ ഫിഷിൻ്റെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്ലിപ്പറി ബോഡി ഷേപ്പ് അല്ലേ, ബോഡി ഷേപ്പ്, ഫിൻസ്, ടെയിൽ ഫിൻ, അറേഞ്ച്മെൻറ്റ് ഓഫ് സ്കാൾസ് and slippery nature of fish help them move through water. Fish breathes with the help of gills. അപ്പോൾ ഈ ഭാഗമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പഠിച്ചു വെച്ച് പോവാം കേട്ടോ. നെക്സ്റ്റ് ബി, ഒബ്സർവ് ദ സിറ്റുവേഷൻ ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ്. ഫ്രം ഇറ്റ് ലിസ്റ്റ് ഔട്ട് ദ ഹാർംഫുൾ എഫക്റ്റ് ഓഫ് demolition of hills and reclamation of paddy field.
അതായത് കുന്നിടിച്ച് നികത്തുക, അതുപോലെ തന്നെ വയലുകൾ അല്ലേ തൂർക്കുക, ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം ദോഷഫലങ്ങളാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ് കുന്നിടിച്ച് നികത്തുമ്പോൾ സംഭവിക്കുക? ദ ഓർഗാനിസംസ് അല്ലേ, ദ ഹിൽ ലോസ് ദെയർ ഹോം. ആ ഹിൽ താമസിക്കുന്ന ഓർഗാനിസംസിനൊക്കെ അവരുടെ വീട് നഷ്ടപ്പെടും, വാസസ്ഥലങ്ങൾ നഷ്ടപ്പെടും. പിന്നെ എന്താണ് പ്ലാന്റ്സ് പെറിഷ്. പിന്നെന്താണ് സ്ട്രീംസ് ഡ്രൈ, വാട്ടർ സ്കേഴ്സിറ്റി ഒക്യൂർ, നാച്ചുറൽ കലാമിറ്റീസ് ഒക്യൂർ അല്ലേ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നു ചേരും. ഇനി ഇതിൽ സി, സെലക്ട് ഫ്രം ദ ഫോളോവിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്ലോഗൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു സ്ലോഗൻ താഴെ തന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുണ്ട് സെലിബ്രേറ്റ് ദ ഡൈവേഴ്സിറ്റി, പ്രൊട്ടക്ട് ദ വൈൽഡ് ലൈഫ്. നെക്സ്റ്റ് പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. C, an ecosystem is a combination of living and non-living thing combination. There are natural and man-made ecosystem. ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. അതുപോലെയോ an ecosystem is a combination of living and non-living things components. ഇനി ആക്ടിവിറ്റി 2, പ്രൊട്ടക്ഷൻ ഓഫ് എർത്ത് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മളെ ഭൂമി സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ സോയിൽ പൊല്യൂഷൻ. അതായത് മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേബിളാണ് തന്നിട്ടുള്ളത്. റീസൺ ഫോർ സോയിൽ പൊല്യൂഷൻ, എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്, അതുപോലെ തന്നെ ഓർഗാനിസം ഏത് ഓർഗാനിസംസിനാണ് അത് ബാധിക്കുക? എർത്ത് വേം ഇവിടെ തന്നിട്ടുണ്ട്. കോൺസിക്വൻസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ആണ് എക്സിസ്റ്റൻസ് ഓഫ് വേരിയസ് ഓർഗാനിസം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സോയിൽ പൊല്യൂഷൻ, അതുപോലെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആ ഒരു ഭാഗം സോയിൽ പൊല്യൂഷൻസിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെച്ച് പോവുക. ഇവിടെ ഇതിൽ ബി തന്നിട്ടുണ്ട്. എക്സാമിൻ ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ്. താഴെ തന്നിട്ടുള്ള പിക്ചർ ഏത് പൊല്യൂഷൻ ആണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചർ ഏതാണ്? എയർ പൊല്യൂഷനാണ്. സെക്കൻഡ് പിക്ചറോ വാട്ടർ പൊല്യൂഷനാണ് അല്ലേ. എന്താണ്? വാട്ടർ ബിക്കംസ് പൊല്യൂറ്റഡ് ഡ്യൂ ദ പ്രസൻസ് ഓഫ് വേരിയസ് കെമിക്കൽ ആൻഡ് ഓർഗാനിസം സബ്സ്റ്റൻസ് അല്ലേ. പൊല്യൂറ്റഡ് വാട്ടർ കോസസ് വേരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഡിസീസസ്. Waste from factories and houses, plastic waste, pesticides, other chemical, petroleum, etc. cause water pollution. The decrease in the level of oxygen in water is due to pollution. This is a threat to the lives of organism living in water. അല്ലേ. അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ എന്താണ്? എയർ പൊല്യൂഷൻ ക്യാൻ ഹാവ് ഹാർംഫുൾ എഫക്ട്സ് ഓൺ അവർ ഹെൽത്ത്. Every year, about 7 million people die in the world due to various diseases caused by air pollution. Air pollution can have a harmful effect not only on human but also on plants and animals. Harmful effects of air pollution are declining crop yields, acid rain, global warming, ozone depletions, etc. അപ്പോൾ എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും സോയിൽ പൊല്യൂഷനും ഒക്കെ നന്നായിട്ട് പഠിച്ചു വെച്ച് പോവുക കേട്ടോ. ആക്ടിവിറ്റി 3, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അതായത് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാരഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫോറിനേഴ്സ് ഫസ്റ്റ് കെയിം ടു ഇന്ത്യ ടു ബൈ സ്പൈസസ് ലൈക്ക് കാർഡമം ആൻഡ് പെപ്പർ and textiles like silk and cotton. Gradually, they started industries after receiving privilege from the local rulers. ഇത് നമ്മളെ പേജ് നമ്പറിലുള്ള 28 പിക്ചർ സ്റ്റോറിയാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ആ ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് താഴെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Read the note about the answers the following. What was the main aim to foreigners reaching India? ഇന്ത്യയിലേക്ക് വിദേശികൾ വന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ്? സി ആണ്. ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ് അല്ലേ. നമ്മൾ പാഠഭാഗത്ത് പഠിച്ചതാണ്.
അതുപോലെ തന്നെ ആ പാരഗ്രാഫ് വായിച്ചാൽ താഴെ തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെന്താണ്, വൈ വാസ് ഇറ്റ് സോ ഈസി ഫോർ ദ ബ്രിട്ടീഷ് ടു ബ്രിങ് ഇന്ത്യ അണ്ടർ ദെയർ കൺട്രോൾ? എന്താണ് അത്? റൂളേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൊവിൻസസ് ഇൻ ഇന്ത്യ കൺസിഡേർഡ് ഈച്ച് അതർ ആസ് എനിമീസ് ആൻഡ് അറ്റ് വാർ. ദ ഫോറിനേഴ്സ് ഫൗണ്ട് ഇറ്റ് ഈസി ടു എൻഹാൻസ് ദെയർ പവർ. For how long was India under the control of British? A century, 2 centuries, 3 centuries, a century and a half. ഏതാണ്? 2 centuries ആണ്. ബി ആണ് ആൻസർ. ഇവിടെ ആക്ടിവിറ്റി 5 തന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഭൂപടം തന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇന്ത്യയുടെ ഭൂപടം നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് പോവുക. അതിൽ നിന്നും ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കും. പാഠഭാഗത്ത് നമ്മൾ എന്താണ് ഈ ഒരു ക്ലൂ തന്നിട്ട് നമ്മൾ എന്താണ് ക്രോസും ഡൗണും ഒക്കെ ആയി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ? ആ ക്ലൂസൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് പോവുക. ഇന്ത്യയുടെ ഭൂപടം നോക്കിയിട്ട് അത് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ഈസിയാണ്. ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പാഠഭാഗമാണ് അല്ലേ? മാപ്പ് തന്നിട്ട് കുറച്ച് ക്ലൂസ് തന്നാൽ അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതായത് വേർഡ് പസിൽസൊക്കെ നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ? ആ ഒരു ഭാഗം നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് പോവുക. ഇവിടെ വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? രാജസ്ഥാനാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭൂപടം തന്നിട്ട് ഏത് ക്വസ്റ്റ്യൻ തന്നാലും ഭൂപടം നിരീക്ഷിച്ചിട്ട് നിങ്ങൾ ഏത് സ്റ്റേറ്റ്സ് ആണോ തന്നിട്ടുള്ളത് ആ സ്റ്റേറ്റ്സ് നോക്കുക. അതിൻ്റെ അടുത്തുള്ള അയൽ സംസ്ഥാനം ഏതാണെന്ന് നോക്കുക. ഇനി അതല്ല അതിൻ്റെ അടുത്തു കൂടി പോകുന്ന സീസ് ഏതാണെന്നുണ്ടെങ്കിൽ എഴുതാനാണ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ മാപ്പ് തന്നാൽ ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ തന്നാലും ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ഇല്ല. ആക്ടിവിറ്റി 5 ഫ്ലൈയിങ് ഫ്രണ്ട്സ് ആണ്. റീന ഗിവ്സ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ഹെർ ഒബ്സർവേഷൻ ഓഫ് വേരിയസ് സ്പൈസസ് ഓഫ് ബേർഡ്സ് regularly seen around her house. Examine each and match the information to the appropriate bird. അല്ലേ? കുറച്ച് ബേർഡ്സിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് കറക്റ്റായത് ഏതാണോ അത് കണ്ടെത്തി മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫ്ലൈസ് ഹൈ, ഹാസ് പോയിൻറ്റഡ് ക്ലോസ് ആൻഡ് ഷാർപ്പ് ബീക്ക്, ചേസ്ഡ് ആൻഡ് ക്യാച്ചസ് ദ പ്രേ. ഏതാണ്? ഈഗിളാണ് അല്ലേ? പരുന്താണ്. നെക്സ്റ്റ്, ഹാസ് ബ്ലാക്ക് കളർ, ട്രാവൽഡ് ഇൻ ഗ്രൂപ്പ്, ക്ലീൻസ് ദ സറൗണ്ടിങ്. ആരാണ്? ക്രോ ആണ്, കാക്കയാണ്. ഹാസ് സ്മോൾ ബോഡി, ലോങ് ബീക്ക്, ഫ്ലൈസ് ഫാസ്റ്റ്, ഹണ്ടഡ് പ്രേ ഫ്രം പോൺസ് ആൻഡ് റിവർ. ഏതാണ്? കിങ് ഫിഷർ ആണ് അല്ലേ? അടുത്തത് സ്മോൾ ബോഡി, അത് നമ്മൾ പറഞ്ഞു. ഈസ് ഓഫ് മീഡിയം സൈസ്, ഹാസ് ക്യാപ്പ് ലൈക്ക് പാർട്ട് ഓൺ ദ ഹെഡ്, സ്ട്രോങ് പോയിൻറ്റഡ് ക്ലോസ്. ഏതാണ്? വുഡ് പീക്കർ ആണ്, മരം കൊത്തി. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ബേർഡ് ദാറ്റ് ഹണ്ടഡ് പ്രേ ഇൻ പ്ലേസസ് വേർ ദെയർ ഈസ് വാട്ടർ? ഈഗിൾ, പാരറ്റ്, ക്രൈൻ, മൈന. ഏതാണ്? വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് കാണപ്പെടുന്നത് ക്രൈനാണ്, കൊക്ക്. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ബിലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 3 ചാപ്റ്ററും നന്നായിട്ട് പഠിച്ചു പോവുക കേട്ടോ. ബേഡ്സിൻ്റെയും, അതായത് സറൗണ്ടിങ്സ് ഇൻ ഓർഗാനിസംസ് ഇൻ സറൗണ്ടിങ്സ്, അതുപോലെ ഇന്ത്യ ഈസ് മൈ കൺട്രി, വിങ്ഡ് ബഡീസ് അല്ലേ? അത് നന്നായിട്ട് ആ 3 ചാപ്റ്റർ നന്നായിട്ട് പഠിച്ച് വെച്ച് പോവുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് വരിക. നിങ്ങളെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് വരുള്ളൂ. എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാനൊക്കെ സാധിക്കട്ടെ. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. ഓൾ ദ ബെസ്റ്റ്.